എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കും? സ്ട്രക്ചർ വരച്ച് കണ്ടുപിടിക്കാം, അല്ലാതെ കണ്ടുപിടിക്കാം. അപ്പൊ അല്ലാതെ കണ്ടുപിടിക്കാൻ ചില കുട്ടികൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. സ്ട്രക്ചർ വരച്ച് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. പെന്റ് എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ആണ്? 5 കാർബൺ. 1 2 3 4 5 കാർബൺ മാത്രമല്ല നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. കാർബൺ മാത്രം വരച്ചാൽ. ഇനി ഡൈമീഥേൻ. അപ്പൊ 2 മീഥേൻ എവിടെയൊക്കെയാണ്? 2 ൽ 4. 2 ഒരു മീഥേന്, 4 ഒരു. ഇത്രയും മതിയല്ലോ നമ്മൾ ഹൈഡ്രജൻ ഫില്ല് ചെയ്യേണ്ട. അല്ലാതെ തന്നെ നമ്മുടെ ചോദ്യത്തിൽ ഉത്തരം. എന്താണ് ചോദ്യത്തിന്റെ ഉത്തരം? എത്ര കാർബൺ ആറ്റം ഉണ്ടെന്നാണ്. 1 2 3 4 5 6 7. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 7. ഇനി ഈ ചോദ്യം ഇങ്ങനെയാണ്. അതിന്റെ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ. അങ്ങനെ ചോദിച്ചാലോ? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതിയ വേണ്ട. പെന്റിനാണല്ലോ. ഇപ്പൊ പെന്റ് ലോങ്സ്റ്റ് ചെയിൻ വന്നുകൊണ്ടാണല്ലോ നമ്മൾ പെന്റ് എഴുതിയത്. പെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 കാർബൺ. പക്ഷെ ഇവിടെ ചോദ്യം അങ്ങനെയല്ല, കുറച്ച് ട്രിക്കിയാണ്. ഇവിടെ എത്ര കാർബൺ ഉണ്ടെന്നാണ്. അപ്പൊ നമ്മൾ ചാടി കയറി പെന്റ് കണ്ടപ്പോ 5 എഴുതും. അങ്ങനെയല്ല, 5 ആണല്ലോ ആദ്യത്തെ ആൻസർ. അപ്പൊ ആരെങ്കിലും 5 എഴുതും. അങ്ങനെയല്ല. ചോദ്യത്തിന്റെ അർത്ഥം ഇതാണ്. നിങ്ങൾ ഈ സ്ട്രക്ചർ വരച്ചിട്ട് എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കാം. ഇനി ഈ സ്ട്രക്ചർ വരയ്ക്കാതെ എങ്ങനെ കണ്ടുപിടിക്കാം? പെന്റ് വന്നതുകൊണ്ട് ലോങ്സ്റ്റ് ചെയിനിൽ 5 കാർബൺ. മീഥേൽ വന്നതുകൊണ്ട് അത് ഡൈമീഥേൽ ആയതുകൊണ്ട് 2 കാർബൺ. 5 കാർബൺ 2 കാർബൺ കൂട്ടുമ്പോൾ മൊത്തം 7 കാർബൺ. സോ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്താൽ. ഓക്കെ, 1 മാർക്കാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഫുൾ വീഡിയോ യൂട്യൂബിൽ നാളെ അപ്ലോഡ് ചെയ്യും. എല്ലാവരും കാണുക. ഓക്കെ.